ഇന്നലത്തെ കണ്ടായിരുന്നു. ബി കണ്ടായിരുന്നു ഇന്നലത്തെ. പെൻഡിങ് വെക്കല്ലേ, പിന്നെ പണി വാളും, പിന്നെ കാണത്തില്ല. ഇത് തന്നെ ഇതിന്റെ ലാസ്റ്റ് ആയിരുന്നു. നമ്മളെ CNC എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു നിർത്തിയായിരുന്നു. എത്ര ടൈപ്പ് ഓഫ് CNC മെഷീൻ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് നോക്കാം. സെൻട്രൽ ലെയ്ത്ത് നമ്മളെ കടയിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ലെയ്ത്തുകൾ ഉണ്ടെങ്കിൽ സെൻട്രൽ ലെയ്ത്ത് അല്ലെങ്കിൽ എഞ്ചിൻ ലെയ്ത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സെൻട്രൽ ലെയ്ത്ത് നമ്മൾ എന്തിനെ വെച്ചിട്ടായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് സെൻട്രൽ ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ. അതായത് നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ലെയ്ത്ത് നമ്മൾ കിട്ടുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്തൊക്കെ നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ സ്പെസിഫൈ വെച്ചിട്ടാണ് ആ ഒരു ലെയ്ത്തിനെ മേടിച്ചത് എന്നുള്ള സാധനം അറിഞ്ഞിരിക്കണം. The size of the lathe is generally specified by the following means, അല്ലെ. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു തന്നിരിക്കുന്ന ഒരു ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സൈസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഡിഫിനിഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത് പറയുന്നത് സ്പ്രിംഗ് അല്ലെങ്കിൽ മാക്സിമം ഡയമീറ്റർ ദാറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഓവർ ദ ബെഡ് ബേസ്. ഇപ്പം നമുക്ക് ലെയ്ത്ത് ഉണ്ട്, ലെയ്ത്തിന് കുറെ പാർട്ടുകളുണ്ട്. ആ പാർട്ടിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ബെഡ് വേ. അപ്പൊ ബെഡ് വേയുടെ പുറത്തൂടെ, അല്ലെ, ബെഡ് വേയുടെ പുറത്തൂടെ നമുക്ക് എത്ര വലിയ ഡയമീറ്റർ ഉള്ള ഒരു ഇതിനെ ബെഡ് വേയിലൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ എത്ര വലിയ ഡയമീറ്റർ ഉള്ള ഒരു വർക്ക് പീസിനെ പിടിച്ച് സ്വിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പിടിച്ച് കറക്കാൻ വേണ്ടി പറ്റും. ആ ഒരു സാധനത്തിനായിരിക്കും ആദ്യത്തെ സാധനം പറയുന്നത് സ്വിങ് അല്ലെങ്കിൽ മാക്സിമം ഡയമീറ്റർ ക്യാൻ ബി റൊട്ടേറ്റഡ് ഓവർ ദ ബെഡ് ബേസ്, അല്ലെ. ബെഡ് ബേസിന്റെ പുറത്തൂടെ ഇട്ടിട്ട് അല്ലെങ്കിൽ ബെഡ് ബേസിനെ തട്ടാത്ത രീതിയിൽ അതിന്റെ പുറത്തൂടെ ഇട്ട് നമുക്ക് കറക്കാൻ വേണ്ടി പറ്റുന്ന ആ മാക്സിമം ഡയമീറ്റർ ആയിരിക്കും സ്വിങ് അല്ലെങ്കിൽ സ്വിങ് ഡയമീറ്റർ എന്നുള്ള രീതിയിൽ പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. ഇനി അതുപോലെ തന്നെ എത്ര മാക്സിമം ലെങ്ത് വരെ നിങ്ങൾക്ക് ഹെഡ് ഷോക്ക് ടെയിൽ ഷോക്ക് ഉണ്ടെങ്കിൽ ഹെഡ് ഷോക്ക് ടെയിൽ ഷോക്കിന്റെ ഇടയ്ക്ക് എത്ര മാക്സിമം ലെങ്ത് ഉള്ള ഒരു വർക്ക് പീസിനെ വെക്കാൻ വേണ്ടി പറ്റും. മാക്സിമം ലെങ്ത് ഓഫ് ദ ജോബ് ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ബിറ്റ്വീൻ ദ ഹെഡ് ഷോക്ക് ആൻഡ് ടെയിൽ ഷോക്ക് സെന്റർ, അല്ലെ. ഹെഡ് ഷോക്കിനും ടെയിൽ ഷോക്ക് സെന്ററിനും ഇടയ്ക്ക് എത്ര വലിയ എത്ര വലിയ ലെങ്തിലുള്ള ഒരു വർക്ക് പീസിനെ വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബെഡ് ബേസ് തട്ടാത്ത രീതിയിൽ എത്ര ഡയമീറ്റർ ഉള്ള വർക്ക് പീസിനെ പിടിച്ച് കറക്കാൻ വേണ്ടി പറ്റും എന്നതായിരുന്നു ഈ സ്വിങ്, കേട്ടോ. അപ്പം ലെങ്ത്തും ഡയമീറ്ററും ആയി ഒന്നാമത്തെ സാധനം. ഇനി അതുപോലെ അടുത്ത പറയുന്ന സാധനം ബെഡിന് ഒരു ലെങ്ത് ഉണ്ട്, അല്ലെ, വിച്ച് മേ ഇൻക്ലൂഡ് ദ ഹെഡ് സ്റ്റോക്കിന്റെ ലെങ്ത് ഓൾസോ. അപ്പൊ ബെഡിന് ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ ഹെഡ് സ്റ്റോക്കിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഹെഡ് സ്റ്റോക്കിന് ഒരു വിഡ്ത്ത് ഉണ്ട്, അല്ലെ. ഹെഡ് സ്റ്റോക്കിന്റെ വിഡ്ത്ത് എന്നോ അല്ലെങ്കിൽ ലെങ്ത് എന്നോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഹെഡ് സ്റ്റോക്കിന്റെ ലെങ്ത്തും കൂടെ ചേർത്തിട്ട് ബെഡിന് ആക്ച്വലി വരുന്ന ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എന്തായിട്ട് ഇതാക്കാൻ വേണ്ടി പറ്റും, സ്പെസിഫിക്കേഷനിൽ പറയാൻ വേണ്ടി പറ്റും. അടുത്ത് നോക്കിയേ, മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബാർ ദാറ്റ് ക്യാൻ ബി പാസ് ത്രൂ ദ സ്പിൻഡിൽ ഓർ കോളറ്റ് ചക്ക് ഓഫ് ക്യാപ്സ്റ്റൺ ലെയ്ത്ത്. ഇപ്പം ക്യാപ്ഷനും ടർട്ട് ലെയ്ത്തും ഉണ്ടെങ്കിൽ ആ ക്യാപ്സ്റ്റൺ ലെയ്ത്തിന്റെ സ്പിൻഡിൽ ഉണ്ടെങ്കിൽ ആ സ്പിൻഡിലിനകത്ത് പിടിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബാർ, അല്ലെ. നമുക്ക് ആ ഒരു നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വർക്ക് പീസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വർക്ക് പീസ് എത്ര ഡയമീറ്റർ ആണ് നിങ്ങൾക്ക് മാക്സിമം ആ സ്പിൻഡിലിനകത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്ന് പറയുന്നതായിരിക്കും ഇത് അടുത്ത പറയുന്നത്. മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബാർ ദാറ്റ് ക്യാൻ പാസ് ത്രൂ ദ സ്പിൻഡിൽ ഓർ കോളറ്റ് ചക്ക് ഓഫ് ക്യാപ്സ്റ്റൺ ലെയ്ത്ത്. അപ്പൊ അതും സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയുകയാണ്, അല്ലെ, സ്പെസിഫിക്കേഷൻ. ഇനി അതുപോലെ തന്നെ the illustration of the elements involved in the specification of the lathe as the following data also contribute to specify a common lathe machine. അപ്പൊ താഴെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറയാം. ഓക്കെ, മാക്സിമം സ്വിംഗ് ഓവർ ബെഡ്, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സാധനം. അതുപോലെ തന്നെ മാക്സിമം സ്വിംഗ് ഓവർ കാരേജ്, അല്ലെ. കാരേജിന് അക്രോസ് ആയിട്ട് ഇത് എങ്ങനെയാണ് ആ ഒരു സ്വിംഗ് വരുന്നത്, അല്ലെങ്കിൽ ഇത് പിടിച്ച് കറക്കുമ്പോഴത്തേക്കും വരുന്ന സാധനത്തിനായിരിക്കും സ്വിംഗ് എന്ന് അറിയപ്പെടുന്നത്. എന്താ മാക്സിമം സ്വിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇത് പിടിച്ച് കറക്കാൻ വേണ്ടി പറ്റുന്ന എക്രോസ് എന്തിനാണ് അതിന്റെ പുറത്ത് ആരുടെ പുറത്ത്, കാരേജിന്റെ പുറത്ത് ഇതിന് കറങ്ങാൻ വേണ്ടി പറ്റുന്ന ആ മാക്സിമം ഡയമീറ്റർ ആയിരിക്കും മാക്സിമം സ്വിംഗ് ഓവർ കാരേജ്. അതുപോലെ അടുത്ത പറയുന്നത് ഹൈറ്റ് ഓഫ് സെന്റർ ഓവർ ബെഡ്, അല്ലെ. ആ ബെഡിന്റെ പുറത്ത് ഹൈറ്റ് ഓഫ് സെന്റേഴ്സ് ഓവർ, അല്ലെ. നമുക്ക് ഒരു സെന്ററുകൾ ഉണ്ടെങ്കിൽ ആ സെന്ററുകൾ ബെഡിൽ നിന്നും എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് ലെയ്ത്തിന്റെ സെന്ററുകളില്ലേ, ഡെഡ് സെന്ററും അതുപോലെ തന്നെ ലൈവ് സെന്ററുകളും അല്ലേ. നിങ്ങൾ ലൈവ് സെന്ററോ ഡെഡ് സെന്ററോ ഏതെങ്കിലും ഒരെണ്ണം വെക്കുകയാണെങ്കിൽ ആ ലൈവ് സെന്റർ അല്ലെങ്കിൽ ഡെഡ് സെന്റർ, ഇപ്പൊ നമ്മളിപ്പം ഹെഡ് സ്റ്റോക്ക് ആണ് ഞാൻ ഇവിടെ വെക്കുന്നെങ്കിൽ ആ ഹെഡ് സ്റ്റോക്കിന്റെ ഇവിടെയാണ് നിങ്ങളിപ്പം ഒരു ലൈവ് സെന്റർ വെക്കുന്നത്. അപ്പൊ ഈ സെന്ററിന്റെ ഇവിടെ മുതൽ ഇവിടെയാണ് ബെഡ് ഇരിക്കുന്നതെങ്കിൽ ആ ബെഡ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ഹൈറ്റ് ഓഫ് ദ സെന്റർ ടു ബെഡ് വരെയുള്ള ആ ഒരു ഹൈറ്റ് ആയിരിക്കും നിങ്ങൾ മെഷർ ചെയ്യുന്നത്, ഹൈറ്റ് ഓഫ് ദ സെന്റർ ഓവർ ബെഡ്. ഇനി അതുപോലെ തന്നെ അടുത്ത പറഞ്ഞ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ, അല്ലെ, സെന്ററുകളുടെ ഇടയ്ക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ്. അതുപോലെ ലെങ്ത് ഓഫ് ദ ബെഡ്, വിഡ്ത്ത് ഓഫ് ദ ബെഡ്, അല്ലെ, ബെഡിന്റെ വിഡ്ത്ത് ലെങ്ത്. ഇനി മോസ്റ്റ് ടേപ്പർ ഓഫ് സെന്റർ, നിങ്ങൾ അതിനകത്ത് സെന്ററുകൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ സെന്ററിനകത്ത് കൊടുക്കുന്ന ആ ഒരു മോസ്റ്റ് ടേപ്പറുകളുടെ അതിന്റെ ബേസിസിൽ വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഡയമീറ്റർ ഓഫ് ഹോൾ ത്രൂ സ്പിൻഡിൽ, അല്ലെ, ആ സ്പിൻഡിലിന്റെ അകത്തിരിക്കുന്ന ആ ഡയമീറ്റർ എങ്ങനെയാണ് അതിനെ വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ, സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫേസ് പ്ലേറ്റ് ഇതിനകത്തല്ലേ, എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഇതിനകത്തോട്ട് ഫേസ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പൊ ലെയ്ത്തിന്റെ അക്സസറീസ് ഉണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്, ഈ അക്സസറീസും അറ്റാച്ച്മെന്റിനകത്തൊക്കെ വരുന്ന സാധനങ്ങളായിരിക്കും ഈ ഫേസ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ, അല്ലെ. ഈ ഫേസ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ ഫേസ് പ്ലേറ്റിന്റെ ഡയമീറ്റർ വേണമെങ്കിൽ വെച്ചിട്ട്
നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി കപ്പാസിറ്റി ഓഫ് ടൂൾ പോസ്റ്റ്, ടൂൾ പോസ്റ്റിനകത്ത് എന്ത് കപ്പാസിറ്റി അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് ടൂളുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ്, അതിന്റെ ബേസിസിൽ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. ഇനി നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ് അല്ലെ, സ്പിൻഡിലുകൾ കറക്കുന്ന എത്ര സ്പീഡിലാണ് നമുക്ക് കറക്കാൻ വേണ്ടി പറ്റുന്നത്, അതിനെ വേണമെങ്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ലീഡ്, സ്ക്രൂ, ഡയമീറ്റർ ആൻഡ് നമ്പർ ഓഫ് ത്രെഡ്സ് പെർ ഇഞ്ച് ഓർ പിച്ച് ഇൻ അല്ലെ. അപ്പം നമുക്ക് ലീഡ് സ്ക്രൂ ഉണ്ടെങ്കിൽ ആ ലീഡ് സ്ക്രൂവില് എത്ര എന്താണ് നമ്പർ ഓഫ് ത്രെഡുകൾ ഉണ്ട്, ത്രെഡ്സ് പെർ ഇഞ്ച്, എത്ര TP ആണുള്ളത്, അല്ലെങ്കിൽ എത്ര പിച്ചിലാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് അടിക്കാൻ വേണ്ടി പറ്റുന്ന ത്രെഡിന്റെ പിച്ച് എത്രയാണെന്നുള്ള ഉദ്ദേശിക്കുന്നതായിരിക്കും ഇദ്ദേഹത്തിന്റെ പിച്ച് വെച്ചിട്ട് പറയുന്നത്. അപ്പം ആ ഒരു പിച്ചിന്റെ സാധനം അല്ലെങ്കിൽ ഇതിന്റെ ത്രെഡ്സ് പെർ ഇഞ്ച് എത്രയാണെന്നുള്ള സാധനം ഇതിന് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോർ ഉണ്ടെങ്കിൽ എത്ര വാട്ട്സിലുള്ള ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അതായിരിക്കും ഇലക്ട്രിക് മോട്ടറിന്റെ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പിച്ച് റേഞ്ച് ഓഫ് മെട്രിക് ആൻഡ് ഇഞ്ച് ത്രെഡ് അല്ലെ, ഇഞ്ച് ത്രെഡും അതുപോലെ തന്നെ മെട്രിക് ത്രെഡിന്റെ എല്ലാത്തിന്റെയും പിച്ച് റേഞ്ചസ് എങ്ങനെയാണോ അത് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ ലെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യമേ വേണമെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്ന ഇതാണ് അല്ലെ, ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ലെയ്ത്തിനകത്തോട്ട് കയറുകയാണ്. അപ്പൊ ലെയ്ത്തിനകത്ത് ഓരോ മെയിൻ പാർട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഹെഡിങ് പോലെ പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഓരോ പാർട്ടുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഒന്നാമത്തെ പാർട്ടായിട്ട് അവർ പറയുന്നത് ലെയ്ത്തിന്റെ ബെഡ് അല്ലെ, ലെയ്ത്തിന്റെ ബെഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. ഒന്നാമത്തെ സംഭവം ലെയ്ത്തിന്റെ ബെഡ് ആണ്. ലെയ്ത്തിന്റെ ബെഡിന് രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ടു ലൊക്കേറ്റ് ദ ഫിക്സഡ് യൂണിറ്റ്സ് ഇൻ ആക്യുറേറ്റ് റിലേഷൻഷിപ്പ് ടു ഈച്ച് അതർ അല്ലെ. ഇതിനകത്ത് നമുക്കൊരു ഫിക്സഡ് യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഫിക്സഡ് യൂണിറ്റുകൾ എവിടെ ഇരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ട് ഇത് എവിടെ ഫിക്സ് ചെയ്ത് വെക്കണം എന്നുള്ള സംഭവം എല്ലാം പറയുന്നത് എന്തായിരിക്കും, ഒരു ബേസ് യൂണിറ്റ് ആയിട്ടുള്ള ആ ബെഡിന്റെ പുറത്തായിരിക്കും. ഇനി അതുപോലെ തന്നെ ടു പ്രൊവൈഡ്, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫിക്സഡ് യൂണിറ്റ് ആണെങ്കിൽ ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് മൂവിങ് യൂണിറ്റുകളുണ്ട് അല്ലെ. നമ്മൾ ആ ഒരു ബെഡിന്റെ പുറത്തൂടെ മൂവ് ചെയ്യുന്ന കുറച്ച് യൂണിറ്റുകളുണ്ട്. അപ്പൊ ആ മൂവ് ചെയ്യുന്ന യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കണം അല്ലെ, അതിനകത്തൂടെ കറക്റ്റ് ആയിട്ട് ബെഡിന്റെ പുറത്തൂടെ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ കൊടുക്കണം. ആ പ്രൊവിഷനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് ആക്ച്വലി പറയുന്നത് സ്ലൈഡ് ബേസ് എന്നായിരിക്കും പറയില്ല, ഗൈഡ് ബേസ് എന്നോ സ്ലൈഡ് ബേസ് എന്നോ പറയുന്നത്. But to provide slide base upon which the operating units can be moved. അപ്പൊ ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് ഇതിന്റെ പുറത്തൂടെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡ് ബേസ് അല്ലെങ്കിൽ ഗൈഡ് ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കണം. ആദ്യം പറയുന്നത് ഫിക്സഡ് യൂണിറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കണം. രണ്ടാമത് പറയുന്നത് ഇതിനകത്ത് ഒരു സ്ലൈഡ് ബേസ് ഉണ്ടെങ്കിൽ ആ സ്ലൈഡ് ബേസിന്റെ ഹെൽപ്പോട് കൂടി ഇതിനകത്ത് മൂവിങ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൂടെ കൊടുക്കുക. ഇനി നോക്കാം അടുത്ത സാധനം കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ്. ഇപ്പം പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് ലെയ്ത്ത് ബെഡ് ആണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആൻസർ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് ലെയ്ത്ത് ബെഡിന്റെ കൺസ്ട്രക്ഷൻ. മെജോറിറ്റി കേസസ് ദ ബെഡ് ജനറലി സിംഗിൾ അയൺ കാസ്റ്റിംഗ് അല്ലെ. നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാത്തിലും സിംഗിൾ അയൺ അല്ലെ, ഒരൊറ്റ പീസിലായിരിക്കും ഇതങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലാർജ് മെഷീൻസ് ദ ബെഡ് മേ ബി ഇൻ 2 or more sections. കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു മെഷീൻ ആണ്, ഭയങ്കര കപ്പാസിറ്റി ഉള്ള ഒരു മെഷീൻ ആണ് എടുക്കുന്നതെങ്കിൽ ഒറ്റയടിക്ക് ഒരു ബെഡ് ഉണ്ടാക്കുന്നതിനെ കാട്ടിയും ഒന്നോ അതിലധികമോ സെക്ഷൻസ് ആയിട്ട് അല്ലെ, ഒന്നോ രണ്ടോ മൂന്നോ സെക്ഷൻസിലായിരിക്കും നമ്മൾ ബെഡുകൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇനി ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ പറയുന്ന സാധനം, ഇതിനകത്ത് വെബ് ബ്രേസിംഗ്സ് ആർ ഓഫൺ എംപ്ലോയ്ഡ് ടു ഇൻക്രീസ് ദ റിജിഡിറ്റി. അപ്പം ഇതിനകത്ത് ആ ഒരു നമ്മുടെ ഈ കൺസ്ട്രക്ഷന്റെ ഇതിനകത്ത് ഒരു വെബ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു വെബ് സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ ആക്ച്വലി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യിപ്പിക്കുന്നു, ഇതിനകത്തൊരു കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നതുകൊണ്ട് അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതലായിട്ട് നല്ല രീതിയിൽ ഒരു റിജിഡിറ്റി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയായിരിക്കും ആ വെബ് ബ്രേസിംഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ അബ്സോർബിങ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ ദ ബെഡ് ഷുഡ് ബി കൺസിഡറബിൾ വെയിറ്റ് അല്ലെ, ഭയങ്കര വെയിറ്റിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞത് ഇത് ബെഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പൊ അതിനകത്ത് കൂടുതലായിട്ടുള്ള ഒരു കംപ്രഷനും ലോഡും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, കൂടുതൽ വൈബ്രേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അത് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര വെയിറ്റ് ഇട്ടിട്ട് ചെയ്താൽ മാത്രമേ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യത്തുള്ളൂ. Any bed castings are usually rough machined, then allowed to age naturally before finishing machine to remove distortions. അതായത് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യാം, അത്രയും നല്ല രീതിയിൽ ഒരു ഫിനിഷ് ആയിട്ടുള്ള രീതിയിലൊന്നുമല്ല, കുറച്ച് റഫ് മെഷീൻഡ് ആണ്. എന്നിട്ട് എന്താണ് അതിന്റെ ഡിസ്റ്റോർഷൻസും കാര്യങ്ങളും ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന റഫ് മെഷീൻഡ്. ഇനി നാച്ചുറലി ഏജിങ് എന്ന് പറഞ്ഞ പ്രോസസ്, അല്ലെങ്കിൽ ഏജിങ് ചെയ്യിപ്പിക്കുന്ന നാച്ചുറലി ഇതാക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനെ പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പം ആ ഒരു ഡിസ്റ്റോർഷൻസ് അതല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് വരുന്ന ആ ഒരു കംപ്രഷൻ ലോഡും എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ ഉണ്ടാക്കിയെടുക്കായിരിക്കും ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ആ ഒരു ബെഡിൽ ചെയ്യുന്നത്. അപ്പൊ ബെഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ബെഡിന്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതിന്റെ യൂസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അത് മാത്രമേ ഉള്ളൂ.
Okay, a swarf or combined swarf and a coolant tray are provided on the lathe അല്ലെ. അപ്പൊ ലെയ്ത്തിനകത്ത് തന്നെ ഏറ്റവും ഏറ്റവും അടിയിലുള്ള പാർട്ടാണ് ഈ നമ്മുടെ ഇരിക്കുന്ന ബെഡ് ആണെങ്കിൽ ഈ ബെഡിന്റെ പുറത്തായിരിക്കും നമ്മൾ എന്ത് വന്ന് വീഴുന്നത്, നമ്മുടെ ചിപ്പ് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന സ്വാർഫ് എന്ന് പറഞ്ഞ സാധനങ്ങൾ, ഇതിനകത്ത് വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് സ്വാർഫ് എന്നൊക്കെ പറഞ്ഞത് അല്ലെ. സ്വാർഫ് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ആ കേളി ആയിട്ടുള്ള ചിപ്പുകളോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള ചിപ്പുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം വന്ന് വീഴുന്ന ഇതാണ്. അപ്പൊ അതിനെ അക്യുമുലേറ്റ് ചെയ്യിപ്പിക്കാൻ, അതിനെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഒരു കൂളൻ അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്നത് സ്വാർഫിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ട്രേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് കൂളന്റെ കാര്യങ്ങൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ കൂളന്റിന്റെ മിച്ചവും കാര്യങ്ങളൊക്കെ വന്ന് വീഴുന്നതും എന്തിനകത്തോട്ടായിരിക്കും, ഈ ഒരു ബെഡ് ഇരിക്കുന്ന ആ ഒരു പോർഷനായിരിക്കും. അവിടെ നിങ്ങൾ ഒരു ട്രേയും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും ഇതിനെ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനും കാര്യങ്ങളും എന്തിന്റെ പുറത്തൂടെ കാണും, നമ്മുടെ ലെയ്ത്ത് ബെഡിന്റെ പുറത്തൂടെ കാണും. ദിസ് മേ ബി ആൻ ഇന്റഗ്രൽ പാർട്ട് വിത്ത് ലെയ്ത്ത് ബെഡ്. ഓക്കെ, ഇൻക്രീസ് ദ റിജിഡിറ്റി ഓഫ്, ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളെ ബെഡിന്റെ ഇത് എന്ത് ചെയ്യിപ്പിക്കുന്നത്, ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. എന്താണ് നമ്മുടെ റിജിഡിറ്റി ഓഫ് ദ ടോട്ടൽ ലെയ്ത്തിന്റെ റിജിഡിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നമ്മൾ ആ ഒരു ബെഡ് എന്നുള്ള സാധനം ഉപയോഗിക്കുന്നത്. ബെഡ് ജനറലി റസ്റ്റ് ഓൺ കാസ്റ്റേൺ ഓർ വെൽഡ് ഷീറ്റ് മെറ്റൽ ലെഗ് ഓഫ് ബോക്സ് സെക്ഷൻസ്. അപ്പം ഈ ലെയ്ത്ത് ബെഡ് ഡയറക്ട്ലി നമ്മൾ തറയിലല്ല വെക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് എന്തായിരുന്നു എന്താണ് ഒരു കാല് പോലത്തെ ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ ആ കാല് ലെഗിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മൾ ആക്ച്വലി ഈ ലെയ്ത്ത് ബെഡിനെ വെച്ച് കൊടുക്കുന്നത്. പ്രൊവൈഡ് ദ നെസസറി വർക്കിംഗ് ഹൈറ്റ് ഓഫ് ദ ലെയ്ത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെയ്ത്ത് ബെഡ് തറയിൽ ഇരിക്കാത്തതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് ഇതെല്ലാ വർക്കും കാര്യങ്ങളും വെക്കാൻ വേണ്ടി ഈസിലി പറ്റും. Very often the electric switch gear unit and the coolant pump assembly are housed in the box section leg at the headstock end. നമ്മൾ ആ ഹെഡ്സ്റ്റോക്ക് എൻഡിലോട്ട് നോക്കുകയാണെങ്കിൽ ആ കൂളന്റ് ആക്ച്വലി വരുന്ന സംഭവം, കൂളന്റിന്റെ പമ്പും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള വരുന്ന സ്വിച്ച് ഗിയറിന്റെ യൂണിറ്റ് എല്ലാ കാര്യങ്ങളും വരുന്നത് ഹെഡ്സ്റ്റോക്കിലാണ്. ആ ഹെഡ്സ്റ്റോക്കിന്റെ കൂടെ തന്നെ ഇത് എങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബോക്സ് സെക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നു അറിഞ്ഞിരിക്കുക. വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, എന്താണ് ലെയ്ത്ത് ബെഡ്, എന്താണ് സംഭവം, അത് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പം ലെയ്ത്ത് ബെഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഗ്രേ കാസ്റ്റേൺ. അതിനകത്ത് വേറെ ഒന്നുമില്ല, കാസ്റ്റേൺ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബെഡ് ബേസ് നോക്കാം. ദ സർഫസ് ഓഫ് ദ ബെഡ് ഇൻ കോൺടാക്ട് വിത്ത് ദ സ്ലൈഡിംഗ് യൂണിറ്റ് ഓഫ് ലെയ്ത്ത് ആർ നോൺ ആസ് ബെഡ് ബേസ് അല്ലെങ്കിൽ ഗേഡ് ബേസ് എന്നോ ഗേഡ് ഷോസ് എന്നോ പറയും. അപ്പം ലെയ്ത്തിന്റെ ബെഡ് ബേസ് അല്ലെങ്കിൽ ബെഡ് ബേസ് എന്നോ ഗേഡ് ബേസ് എന്നോ അതുപോലെ തന്നെ ഗേഡ് ഷോസ് എന്നൊക്കെ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു മൂവിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ മൂവിംഗ് യൂണിറ്റ് ഈസ് ഇൻ കോൺടാക്ട് വരുന്ന ഒരു പർട്ടിക്കുലർ സർഫസിനെ ആയിരിക്കും നമ്മൾ ബെഡ് ബേസ് എന്ന് പറയുന്നത്. The bed base are classified according to the shape of the base. അപ്പൊ ഇതിനകത്തിരിക്കുന്ന shape of the base അല്ലെ, bed base ന്റെ shape അനുസരിച്ച് നമുക്ക് different kinds ആയിട്ട് നമുക്ക് classify ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനെ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ സംഭവത്തിന് നമ്മൾ ഒന്നാമത്തെ പറയുന്നത് ഫ്ലാറ്റ് ഷേപ്പിൽ വരുന്ന സാധനമാണെങ്കിൽ ഫ്ലാറ്റ് ബെഡ് ബേസ് എന്ന് പറയും. ഇനി വി ഷേപ്പിൽ വരുന്ന സാധനത്തിനാണ് വി ബെഡ് ബേസ് എന്ന് പറയും. ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരികയാണെങ്കിൽ വിച്ച് ഈസ് കോൾഡ് കമ്പൈൻഡ് കോമ്പിനേഷൻ വരുന്നതാണ്. അതായത് കമ്പൈൻഡ് ബെഡ് ബേസ് എന്നോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ബെഡ് ബേസ് എന്നുള്ള രീതിയിൽ വരും. ഒരു ഫ്ലാറ്റും ഒരു നമ്മുടെ ഇരിക്കുന്ന അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ വി ഷേപ്പിൽ അല്ലെ, വി ഷേപ്പിൽ ഇരിക്കുന്ന ബെഡ് ബേസ് ആണെങ്കിൽ അങ്ങനെ വരും അല്ലെ. നമ്മുടെ ഇരിക്കുന്ന ഇത് ഫ്ലാറ്റ് ആണ്, നമ്മുടെ ബെഡ് ബേസ് ഇരിക്കുന്ന ഇങ്ങനെ ഫ്ലാറ്റ് ആണ്. ഇനി അടുത്ത പറഞ്ഞാണെങ്കിൽ ഒരു വി ഷേപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള വി ഷേപ്പിലാണ് ഇതാക്കുന്നത് ഇത് പറയും. ഇനി അടുത്ത പറഞ്ഞായിരിക്കും കോമ്പിനേഷൻ വരുന്നത് അല്ലെ, ഇതിനകത്ത് വി ഷേപ്പും ഉണ്ട് പോരാത്തതിന് ഒരു ഫ്ലാറ്റും ഉണ്ടെങ്കിൽ രണ്ടും കൂടെ വരുന്നതായിരിക്കും ഈ ഒരു കോമ്പിനേഷൻ ബെഡ് ബേസ്. ഓക്കെ അല്ലെ, ഫ്ലാറ്റ് ഉണ്ട്, വി ഗേഡ് ബേസ് ഉണ്ട്, ഇത് രണ്ടും കൂടെ വരുന്നതായിരിക്കും ഈ ഒരു കോമ്പിനേഷൻ വരുന്ന സാധനമായിരിക്കും നമ്മുടെ കോമ്പിനേഷൻ ബെഡ് എന്നറിയപ്പെടുന്നത്. ഇനി ഇതല്ലാതെ മറ്റൊരു ബെഡ് ബേസ് ഉണ്ട്, ഗ്യാപ്പ് ബെഡ് ബേസ് ഉണ്ട്. ഗ്യാപ്പ് ബെഡ് ബേസ്, അപ്പൊ ഗ്യാപ്പ് ബെഡ് ബേസ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ ഒരു ലെയ്ത്ത് ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് ഒരൊറ്റ രീതിയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ബെസ്റ്റ് എന്നറിയപ്പെടുന്ന ഓരോ സെക്ഷൻ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ബെഡ് ബേസിന് അല്ലെങ്കിൽ ഈ ബെഡിനെ ടോട്ടലി നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതേപോലെ ഇവിടെ അടുത്തൊരു സാധനം പറഞ്ഞായിരിക്കും ഗ്യാപ്പ് ബെഡ് ബേസ്. ഇവിടെയാണ് ആക്ച്വലി ബെഡ് ബേ വരേണ്ടത്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇദ്ദേഹത്തിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഒരു ഡയമീറ്റർ ആണ് നമുക്ക് ടേൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടത്തെ ആ ഒരു ഇതിലെ അല്ലെ, ഇവിടത്തെ ഇരിക്കുന്ന ആ ബെഡ് ബേസ് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള സാധനമായിരിക്കും ഈ ഗ്യാപ്പ് ബെഡ് ബേസ്. നോർമലി ദ ബെഡ് ഈസ് പൊസിഷൻഡ് അറ്റ് സെവറൽ സെന്റിമീറ്റർ ഫ്രം ദ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ദ ബെഡ് ഈസ് റെഡ്യൂസ്ഡ് അറ്റ് ദിസ് പോയിന്റ്. ദിസ് ഇനേബിൾസ് ഫോർ ദ സ്വിംഗ് ലാർജർ ഡയമീറ്റർ ഓഫ് ദ വർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്യാപ്പ് ബെഡ് ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാർജ് ഡയമീറ്റർ ഉള്ള ഒരു വർക്കിനെ സ്വിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ബെഡ് ബേസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബെഡ് ബേസിന്റെ അവിടെ അല്ലെ, ആ ബെഡ് ബേസിന്റെ അവിടെ ഇതുമായിട്ട് കോണ്ടാക്ട് വന്നിട്ട് ഇത് ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാധനത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലെയ്ത്തില് ഗ്യാപ്പ് ബെഡ് ബേ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെസ്റ്റ് ആയിരിക്കും. ആ ബെഡ് ബേനെ നിങ്ങൾക്ക് എടുത്ത് മാറ്റിയതിനു ശേഷം
നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസിന് ഇതിനകത്തോട്ട് അങ്ങ് കൊടുക്കുമ്പോഴത്തേക്കും മൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രത്തോളം സാധനമായിരിക്കും ഗ്യാപ്പ് ബെഡ് ബേസ്. അപ്പം പഠിച്ചു വെച്ചിരിക്കുക, ബെഡ് ബേസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ബെഡ് ബേസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഫ്ലാറ്റ് ഉണ്ട്, വി ഉണ്ട്, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഉണ്ട്, അതുപോലെ അടുത്തൊരു സാധനമായിരിക്കും ഗ്യാപ്പ് ബെഡ് ബേസ് എന്ന് പറഞ്ഞ ഒരു സാധനം. ഓക്കെ അല്ലേ? Okay, few lathe have at this point a detachable section of the bed which can be fitted when desired to enable the saddle to operate close to the headstock without overhanging the gap. അത് ഈ figure 6-ലുള്ള സാധനം തന്നെ പറയാണ്. അതായത് ഇതിനകത്ത് നമുക്ക് ആ ഗ്യാപ്പ് ബെഡ് ബേസ് എന്ന് പറഞ്ഞ സാധനം ഇതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് അതിനകത്ത് മെഷീനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് ഈ ഗ്യാപ്പ് ബെഡ് ബേസ് ഉപയോഗിക്കുന്നത്. In case of a flat bed shears, the machine base of the saddle and the tailstock rest, they are guided by their machined edges. The inverted V base support and guide the sliding units. അതായത് ഫ്ലാറ്റ് എന്ന് അറിയപ്പെടുന്നത് ഇതിനകത്ത് വരുന്ന ആ ഒരു ബെഡ് ബേസ് ഫ്ലാറ്റ് ഷേപ്പിലിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അതിന്റെ മേളിൽ ഇരിക്കുന്ന സാധനം അല്ലെ, ഇതിനകത്ത് ചിലപ്പോൾ ടെയിൽ സ്റ്റോക്ക് ആയിരിക്കും കയറി പോവുക, അല്ലെങ്കിൽ കാരേജ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും കാരേജ് ആണോ ടെയിൽ സ്റ്റോക്ക് ആണോ, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും, ഒരു പെയർ ആയിരിക്കും അതിന് മണ്ടയ്ക്ക് കാണുക. അതുപോലെ വി ആണെങ്കിൽ ഇൻവേർട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വി ആണെങ്കിൽ ആ ഒരു വിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഗതി ആയിരിക്കും എന്തിൽ കാണുക, നമ്മുടെ കാരേജിലോ അല്ലെങ്കിൽ ടൂൾ പോസ്റ്റിലോ കാണുക എന്നാണ് പറയുന്നത്. ബെഡ് ബേസ് ആർ ഫൈൻ ഫിനിഷ്ഡ് ബൈ ഗ്രൈൻഡിങ് അല്ലെ, ബെഡ് ബേസിന്റെ പുറത്ത് എന്താ ചെയ്യുന്നത്, നല്ല ഫിനിഷ് കിട്ടണം, എങ്കിൽ മാത്രമേ ആ മൂവിങ് യൂണിറ്റ് നമുക്ക് ഈസിലി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ അതിനെ ഫിനിഷ് ചെയ്യിപ്പിക്കുന്ന എന്ത് പ്രോസസ്സിലായിരിക്കും, ഗ്രൈൻഡിങ് ചെയ്യിപ്പിച്ചായിരിക്കും. സം ലേത്ത് ഹാവ് ദെയർ ബെഡ് ബേസ് ഹാൻഡ് സ്ക്രാപ്ഡ്. അപ്പൊ ചിലതിന്റെ പുറത്തൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഹാൻഡ് സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പർ അല്ലെ, സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുന്ന ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുന്നതായിരിക്കും സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അത് ഹാൻഡ് സ്ക്രാപ്പിംഗ് ചെയ്യാനുണ്ട്. ബെഡ് ബേസ് ഹാർഡൻഡ് ആൻഡ് ഗ്രൗണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് ഹാർഡനും ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് എന്ത് ചെയ്യുക, ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രൈൻഡിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാർഡനിങ്ങും ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. Wear resisting qualities of wearing surface are improved by employing chilled iron casting. ഓക്കെ, ഇങ്ങനെ ചിൽഡ് അയൺ കാസ്റ്റിങ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് എന്തിനു ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിൽഡ് അയൺ എന്ന് പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാസ്റ്റിങ്സ് ആയിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി എന്ത് ഇതാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ അതിൽ ഒരു വിയർ റെസിസ്റ്റന്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. വേണ്ട, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഈ ഒരു സാധനമൊക്കെ ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ എല്ലാം ഓർമ്മ വയ്ക്കത്തില്ല, ടൈപ്പ് ഒക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ടൈപ്പുകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മിച്ച് വെക്കുക, എന്താണ് നമ്മൾ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പാർട്ടിന്റെ പർപ്പസ് എന്താണ്, അത് രണ്ടും അറിഞ്ഞിരിക്കുക. The bed are mostly made up of a close grained grey cast iron. എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ക്ലോസ് ഗ്രെയിൻ ആയിട്ടുള്ള ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അഡ്വാൻറ്റേജ് പറയുന്നത് ഈസിലി അവൈലബിൾ ആൻഡ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലെസ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ കാസ്റ്റ് അയൺ ഉപയോഗിക്കാനുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. കാസ്റ്റ് അയൺ എന്തുകൊണ്ട് ഉപയോഗിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് കമ്പാരിറ്റീവ്ലി നമുക്ക് കോസ്റ്റ് കുറവാണ്, അതുപോലെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അണ്ടർ ലോഡ് കാസ്റ്റ് അയൺ വിൽ നോട്ട് ബെൻഡ് ബട്ട് ബ്രേക്ക് അല്ലെ, നമുക്ക് ലോഡിങ് കണ്ടീഷൻ സമയത്ത് ഒരു കാരണവശാലും ഇത് പൊട്ടത്തില്ല, വിൽ നോട്ട് ബെൻഡ്, പൊട്ടത്തില്ല എന്നല്ല, പൊട്ടും, പെട്ടെന്ന് പൊട്ടും അല്ലെ, പെട്ടെന്ന് പൊട്ടും. അതേസമയം ഇത് ബെൻഡ് ആവത്തില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് കംപ്രഷൻ ലോഡ് നന്നായിട്ട് താങ്ങാൻ പറ്റും, ടെൻഷൻ എന്ന് പറഞ്ഞ സാധനത്തിൽ പറ്റാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം മോൾട്ടൺ സ്റ്റേറ്റ് ഇറ്റ്സ് ഫ്ലൂയിഡിറ്റി ഇസ് മോർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഓക്യുപ്പൈ ഇൻട്രിക്കേറ്റ് പാർട്സ് ഓഫ് ദ മോൾഡ് അല്ലെ. ഇപ്പം ഒരു മോൾട്ടൺ സ്റ്റേറ്റ് ഇതിനെ നമുക്ക് ഉരുക്കി എടുത്ത് ഒഴിക്കുന്ന സമയത്ത്, അതുകൊണ്ടല്ലേ ഇതിനെ കാസ്റ്റ് അയൺ എന്ന് തന്നെ പറയാനുള്ള കാര്യം അല്ലെ. നമുക്ക് ഉരുക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മോൾഡിനകത്ത് കൊടുക്കുന്ന സമയത്ത് മോൾഡിനകത്ത് ഒറ്റിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല, പകരം മോൾഡിൽ എന്ത് മോൾഡിലാണ് നിങ്ങൾ ഒഴിക്കുന്നത് ആ മോൾഡിന്റെ ഷേപ്പിലോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ കാസ്റ്റ് അയൺ എന്ന് തന്നെ പറയുക. കാർബൺ ഈസ് ഇൻ ഫ്രീ സ്റ്റേറ്റ് വിച്ച് ഹാസ് എ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി. അതും പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഗ്രേ കാസ്റ്റ് അയൺ നമ്മൾ അന്ന് പഠിച്ച സമയത്ത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രേ കാസ്റ്റ് അയൺ ഇത് ഫ്രീ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമുക്ക് ആ ഒരു ലൂബ്രിക്കേറ്റിംഗ് സെൽഫ് ആയിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രേ കാസ്റ്റ് അയൺ ഈസ് ഈസിലി മെഷീനബിൾ, നമുക്ക് പെട്ടെന്ന് മെഷീൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഇതെല്ലാം അന്ന് പറഞ്ഞതാണ്. അതുപോലെ അടുത്ത പറഞ്ഞ ക്യാൻ വിസ്റ്റാൻഡ് മോർ കംപ്രസീവ് ലോഡ്, ഭയങ്കര രീതിയിലുള്ള കംപ്രസീവ് ലോഡും കാര്യങ്ങളൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻ റെസിസ്റ്റന്റ് ആണ് അല്ലെ, റെസിസ്റ്റ് വൈബ്രേഷൻ. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സാധനം ടെയിൽ സ്റ്റോക്ക് ആണ് അല്ലെ, നമ്മുടെ ഹെഡ് സ്റ്റോക്ക് ആയി ടെയിൽ സ്റ്റോക്ക്. എനിക്ക് തോന്നുന്നു ഇന്ന് മതി, നമുക്ക് ബെഡ് മാത്രം മതി, ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇത്
ചിലപ്പം വെറുക്കും. എന്താ പറയുന്നു? ഹെഡും ബെഡ് വൈസും മാത്രം പോരെ? എന്ന് പോരെ? മതി.